അനദർ ലിനൻ സാരി ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ലിനൻ സാരിയുടെ കളക്ഷനാണ് ഇത് നോക്കാൻ പോകുന്നത്. വർക്ക് വെയർ ആയിട്ടാണെങ്കിലും അല്ല ഒരു സെമി ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേറെ ചെയ്ത് പോകാന്നുള്ള രീതിക്കാണ് ഈ ഒരു സാരീസിൻ്റെ കളക്ഷൻ. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ ആ ഒരു സ്കാറ്റേഡ് ആയിട്ട് ജക്കാർഡ് വീവിങ് സ്റ്റൈൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു സീക്വൻസിൻ്റെ വർക്കും കൂടെ നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പറിലും ലോവറിലും നോക്കുവാണെങ്കിൽ ആ ഒരു പിങ്ക് സറിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് തിന്നായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് അതിൻ്റെ ഒരു പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു ജക്കാർഡിൻ്റെ വീവിങ് സ്റ്റൈലാണ് ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെ അൺഈവനായിട്ടുള്ള ഒരു പ്ലീറ്റ്സ് ഒക്കെ എടുത്തെടുക്കാനാണെങ്കിലും നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതിലും എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു വീവിങ് പാറ്റേൺ ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എല്ലാത്തിലും നമുക്ക് ആ ഒരു സറിയുടെ ഒരു വീവിങ് സ്റ്റൈൽ ബോർഡർ ഡീറ്റെയിലിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജക്കാർഡിൻ്റെ വീവിങ് സ്റ്റൈൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു സീക്വൻസിൻ്റെ വർക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പ്ലീറ്റ്സ് ഒക്കെ എടുത്തെടുക്കാനാണെങ്കിലും നല്ല പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് റണ്ണിങ്ങിൽ തന്നെ സോളിഡായിട്ട് വിത്ത് തിന്നായിട്ട് വന്നിട്ടുള്ള ആ ഒരു പിങ്ക് സാരിയുടെ ഒരു വീവിങ് സ്റ്റൈല് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിൽ. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു പിങ്ക് ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ. പല്ലു എല്ലാത്തിനും നമുക്ക് പല്ലുവും ബ്ലൗസ് പീസും സെയിം ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പല്ലു പോർഷൻ ഇതാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ. സാരിയുടെ ഓവറോൾ സിമ്പിളാണ്, എന്നാൽ ഉടുക്കാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. ദിസ് ഇസ് ദ ലുക്ക്. ആൻഡ് പല്ലു പോർഷൻ, ബ്ലൗസ് പീസ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് DLS 342 എന്ന കോഡിൽ 2499 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. പാർട്ടി വെയർ ലുക്കിനൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സൽവാസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. 3 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ യോക്ക് പോർഷനാണ്. യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് സർദൂസിയുടെയും അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെയും സ്വീക്വൻസി വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് യോക്കിൻ്റെ താഴോട്ട് നമുക്കൊരു ഗാദേഴ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു എലൈൻ ടോപ്പാണ്. ആൻഡ് ടോപ്പിന് താഴോട്ട് നമുക്കൊരു പാനലായിട്ട് തന്നെ ഒരു വർക്ക് ഡീറ്റെയിലും കൂടെ പ്ലേസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ചന്തേരിയിൽ വന്നിട്ടുള്ള ടോപ്പും ദുപ്പട്ടയാണ്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ 2 സൈഡിൽ നമുക്ക് സ്കാലപ്പ് ഫിനിഷും കൂടെ വരുന്നുണ്ട്. ബോഡിയിൽ നമുക്ക് ദുപ്പട്ടയുടെ ബോഡിയിൽ നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് ഈ ഒരു ബീഡ്സിൻ്റെ തന്നെ വർക്കും കൂടെ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസും കൂടെ വരുന്നുണ്ട് കേട്ടോ. സെറ്റുകളിൽ വന്നിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടം ആണ്. ആൻഡ് ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. 3 നല്ല ബ്രൈറ്റ് ആൻഡ് ടൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നല്ലൊരു ഒത്തിരി വൈഡ് അല്ലാത്തൊരു വി നെക്ക് പ്ലേസ് ചെയ്തിട്ട് അതിനുള്ളിൽ തന്നെ ഇത്രയും യോക്ക് വരെ ഫുൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. 3/4 സ്ലീവ്സ് ആണ്. നമുക്ക് സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല. അതിന് ടോപ്പിൽ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ ഫുൾ സോളിഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം സ്ട്രെയിറ്റ് ബോട്ടമാണ്. ബോട്ടം വന്നിട്ടുള്ളത് സെറ്റൂണിലാണ്. ഇതാണ് ബോട്ടം. ആൻഡ് ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട നമുക്ക് ബീഡ്സിന് തന്നെ സ്കാലപ്പ് ഫിനിഷാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതും കൂടെയാണ് ദുപ്പട്ട. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ്. ഒരു ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സൽവാസും കൂടിയാണ് കേട്ടോ. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ബോട്ടം ദുപ്പട്ട വരുന്നതും സെയിം ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് വിത്ത് സ്കാലപ്പ് ഫിനിഷോടെ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെയൊക്കെ കോഡ് വരുന്നത് KIA 119 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 5199 ആണ്. ഇതിൻ്റെ 3ൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡേർഡ് സാരി നല്ല തിക്കായിട്ട് ഒരു ഇത് ശരിക്കും ഒരു ലോങ്ങർ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്താണെന്നല്ലേ തോന്നുന്നത്. അത്രയും തിക്കായിട്ട് വളരെ ഫൈൻ ഫിനിഷോടുകൂടി ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. അതും ഷെയ്ഡഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതിനകത്ത് സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും കൊച്ചു കട്ട് ഓഫ് ഡീറ്റെയിലിങ്ങും ഒക്കെ ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഫാബ്രിക് വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കാണ്. അതിൽ ഫുള്ളായിട്ട് സെമി സിൽക്ക് ആണെങ്കിലും ആ ഒരു പ്യുവർ ടെസറിൻ്റെ അതേ ഫിനിഷിലാണ് അതിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വന്നേക്കുന്നത്. സെമി സിൽക്ക് ആണെങ്കിലും ഇത് കണ്ടോ നല്ലൊരു ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. സോഫ്റ്റായിട്ട് ഒരുപാട് സ്റ്റിഫായിട്ടൊന്നും ഇരിക്കാത്ത രീതിയിലാണ് ഇതിൽ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇനി ഈ സാരി ഇതുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ
ആ ഒരു ദേശി ടെസറിൻ്റെ അതേ ഒരു ഫീലിലാണ് ഇതിൻ്റെ വീവിങ് വന്നേക്കുന്നത്. കണ്ടോ, ആ ഒരു ലൈൻ പാറ്റേണിൽ വീവ് ചെയ്ത സ്ലബ്സും ഒക്കെ കാണുന്ന പോലെയാണ് വീവിങ് വന്നേക്കുന്നത്. ആൻഡ് ഈ സാരിയുടെ അപ്പർ പോർഷൻ, അപ്പർ ദാവണി പോർഷനിൽ ഇതുപോലെ ഫുള്ളായിട്ട് ക്രോസ് സ്റ്റിച്ചിൽ സിൽക്ക് ത്രെഡിൽ എംബ്രോയിഡറി ഡീറ്റെയിലിങ്, ഫ്ലോറൽസ് ആണ് വന്നേക്കുന്നത്. വളരെ ഫൈനായിട്ട് ഒരു 3-4 കളേഴ്സ് ഷെയ്ഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഗ്രേയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, ഓഫ് വൈറ്റ് ഷെയ്ഡ്, അതുപോലെ തന്നെ ആ ഒരു പേർപ്പിളിൻ്റെ ഷെയ്ഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വളരെ ഫൈനായിട്ട് ചെയ്തേക്കുന്ന കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് ഇടയ്ക്കിടയ്ക്കായിട്ട് സ്കാലപ്പിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ആൻഡ് നല്ല കളേഴ്സുമാണ് വന്നേക്കുന്നത്. കളേഴ്സ് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇനി ബ്ലൗസിൻ്റെ സ്ലീവ് എഡ്ജിലും ഇതുപോലെ കട്ട് വർക്ക് ഫിനിഷിങ് കൊടുത്ത്, ഇതൊന്ന് ക്ലോസറായിട്ട് കാണിച്ചു പ്രവീണ. ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ്, അതിൽ ആ ലീഫിൻ്റെ പാറ്റേൺ ആണ് കട്ട് വർക്ക് ചെയ്ത് വന്നേക്കുന്നത്. 2 എഡ്ജസിലും സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയേക്കുന്ന ബ്ലൗസ് മെറ്റീരിയൽ. ആൻഡ് ഫുൾ സാരിയിൽ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. പ്രോഡക്റ്റ് കോഡ് വരുന്നത് SUN 355 6279 പ്രൈസ് റേഞ്ചിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കളർ ഓപ്ഷൻസും ഉണ്ട്, നമുക്ക് നോക്കാം. ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്ന ഡിസൈനാണ്. എന്നിട്ട് കളർ ഓപ്ഷൻസിലാണ് ഡിഫറൻസ് വരുന്നത്. കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് കളർ വരുന്ന പേർപ്പിൾ ഷെയ്ഡ്. പേർപ്പിളിൽ കോമ്പിനേഷൻ വരുന്ന സെയിം തന്നെയാണ്. പേർപ്പിൾ, ഓഫ് വൈറ്റ് ആൻഡ് പേർപ്പിൾ ഷെയ്ഡും ഗ്രേയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫുൾ സാരിയിൽ ഇതുപോലെ കേട്ടോ, ഈ ഒരു കളർ പേർപ്പിൾ ഷെയ്ഡിൽ ഫുൾ സാരിയിൽ ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, വളരെ ഫൈനായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഫാബ്രിക് ആണെങ്കിലും വളരെ സോഫ്റ്റായിട്ട് ആ ടസർ സിൽക്കിൻ്റെ അതേ ഫീലിൽ വരുന്ന ഫാബ്രിക്കാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വരുന്ന സാരി. 6279 പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള സാരിയാണിത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്ന മസ്റ്റേർഡ്, ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ഒരു ഒലീവ് ഗ്രീനും മസ്റ്റേർഡും കൂടെ മിക്സ് ചെയ്ത് ഉള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ്, ഫുൾ സാരിയിൽ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആൻഡ് കട്ട് വർക്ക് വന്നിരിക്കുന്നത്. 6279 പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള വേറൊരു സാരി കേട്ടോ. എല്ലാത്തിനും ആ ഓരോ കളറിനും അതിൻ്റേതായിട്ടുള്ള യുണീക്ക് ഭംഗിയുണ്ട്. ദേ കണ്ടോ, നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഒരു ഡിസൈൻ ഡീറ്റെയിലിങ്ങും, അതുപോലെ തന്നെ ഫാബ്രിക്കും അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ്. ആൻഡ് ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് SUN കോഡിലാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.